ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സാണ്. ആ ഹ്യൂമൻ റിസോഴ്സിനെ നല്ലൊരു സമ്പത്താക്കി മാറ്റുന്നതിൽ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിനുള്ള പങ്ക് ചെറുതല്ല. അതുകൊണ്ട് തന്നെ ജൂലൈ 29 കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ച പുതിയ വിദ്യാഭ്യാസ നയം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. 34 വർഷങ്ങൾക്ക് ശേഷമാണ് അങ്ങനത്തെ ഒരു എഡ്യൂക്കേഷൻ പോളിസി വരുന്നത്. മറ്റൊന്ന് 21ാം നൂറ്റാണ്ടിലെ ആദ്യത്തെ പോളിസിയാണത്. വന്ന ഉടനെ തന്നെ പ്രശംസകൾക്കും അതിലുപരി ഒരുപാട് വിമർശനങ്ങൾക്കും കാരണമായി തീർന്നിട്ടുണ്ട്. പക്ഷേ നമുക്കതിനങ്ങ് മാറ്റി നിർത്താം. കാരണം വിമർശനങ്ങളെക്കുറിച്ചും അതിന് നല്ല വശങ്ങളെക്കുറിച്ചും പറയുന്നതിലുപരി എന്താണ് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 എന്ന് എനിക്ക് പറ്റുന്ന വിധത്തിൽ സാധാരണക്കാരോട് പറഞ്ഞു തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ആവറേജ് പേഴ്സണ് മനസ്സിലാവുന്ന രീതിയിൽ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജൂലൈ 29 ഈവനിങ് തന്നെ എനിക്ക് മെസ്സേജ് കിട്ടി. ആദ്യം മെസ്സേജ് വന്നത് ഒരു 4ാം ക്ലാസ്സുകാരിൻ്റെ അമ്മേൻ്റെ അടുത്തു നിന്നാണ്. കേട്ടിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല, പറ്റുകയാണെങ്കിൽ സ്റ്റേറ്റസിലൂടെയോ യൂട്യൂബ് ചാനലിലൂടെയോ ഒന്ന് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരുമെന്ന്. അപ്പോൾ തോന്നി ഞാനിതൊന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് അറിയാവുന്ന പോലെ ഇതിൽ ഹൈലൈറ്റ്സ് നിങ്ങളിലെത്തിക്കാമെന്ന്. സോ അതിനുള്ളൊരു ശ്രമമാണ്. തുടക്കത്തിൽ തന്നെ പറയാനുള്ളത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തത്, ഏത് പോളിസിയും നിലവിൽ വരുമ്പം അഥവാ അംഗീകരിക്കപ്പെടുമ്പം ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചാണ്. വിമർശനങ്ങളിൽ ഒന്ന് ചിലരുടെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ്, സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് നിലവിൽ വന്നത് എന്നാണ്. അപ്പോൾ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നല്ലതാണെങ്കിൽ അതിൻ്റെ നന്മ നമുക്ക് കാണാൻ പറ്റും. ഇനി അത് ചീത്തയാണെങ്കിൽ അതിനെതിരെ വിമർശനങ്ങൾ പറയേണ്ടത് നമ്മളുടെ കടമ തന്നെയാണ്. 2, എത്ര നല്ല പോളിസി ആണെങ്കിലും അതിൻ്റെ നന്മ ശരിക്കും അറിയണമെങ്കിൽ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നന്നായിരിക്കണം. ചെറിയ ഉദാഹരണം പറയാം. നമ്മുടെ നാട്ടിൽ സിലബസസ് കേരള സിലബസ്, CBSE, ICSE എന്നൊക്കെ ഉണ്ട്. പുറത്ത് ഞാൻ എബ്രോഡ് പഠിപ്പിച്ച ആളാണ്. അവിടെ ഞാൻ കേംബ്രിഡ്ജ് സിലബസ് IGCSE ആണ് പഠിപ്പിച്ചത്. ഞാൻ നോക്കിയപ്പം IGCSEനോട് കിടപിടിക്കുന്ന അതേ സിലബസ് തന്നെയാണ് നമുക്കുള്ളത്. പക്ഷേ ഇംപ്ലിമെൻറ്റേഷൻ പാർട്ടും ഇവാലുവേഷൻ പാർട്ടും വരുമ്പം നമ്മളൊന്ന് പിറകോട്ട് മാറുന്നു. സോ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഇംപ്ലിമെൻറ്റേഷൻ ഉള്ളതും കൂടെ. ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുമ്പം ഈ പോളിസി എങ്ങനെയാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്, അഥവാ എങ്ങനെയാണ് വിദ്യാഭ്യാസ മേഖലയിലേക്ക് എത്തിക്കുന്നത്, ഇതിൽ പാർട്ട് ആൻഡ് പാർസലാവുന്ന ആൾക്കാർ, അവരുടെ എക്സ്പെർട്ടീസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. 3ാമത്തെ പോയിൻറ്റ്, ഏതൊരു പോളിസീനെയും നമ്മൾ വിലയിരുത്തേണ്ടത് കുറച്ചുകൂടെ അങ്ങ് കഴിഞ്ഞിട്ടാണ്. നമുക്ക് ചാടിക്കയറി ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. കുറച്ച് സമയം കൊടുക്കുക അതിന്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച് എന്ന് പറയുന്ന പോലെ. ഓർമ്മ വരുന്നത് ഞങ്ങൾ MEd കാലഘട്ടത്തിൽ പഠിക്കുമ്പോഴാണ് GPEP നിലവിൽ വന്നത്. ഇതുപോലെ ഒരുപാട് ആശങ്കകളായിരുന്നു. ഞങ്ങൾക്കൊരു ഡിബേറ്റ് ഉണ്ടായി MEd പഠിക്കുമ്പം. ആ ഡിബേറ്റിൽ ഞാൻ DPEPനെ അനുകൂലിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. എന്താ കാരണം എന്ന് വെച്ചാൽ ഞാൻ അതുവരെ കയറിയിട്ടില്ലാത്ത പോസ്റ്റ് ഓഫീസിൽ ഒരു മണി ഓർഡർ എങ്ങനെയാണ് അയക്കുമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഒരു പോലീസ് സ്റ്റേഷനിൽ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല. ഇനിയും കയറാൻ ഇടവരാതിരിക്കട്ടെ. പക്ഷേ കുട്ടികൾ പോസ്റ്റ് ഓഫീസിൽ പോണു, മണി ഓർഡർ അയക്കുന്നു, പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് അവിടെയുള്ള വിവിധ തസ്തികകൾ എന്താണെന്ന് അറിയുന്നു. അതിലെനിക്കൊരു കൗതുകമാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ അനുകൂലിച്ച് സംസാരിച്ചു. കുറേ പേര് അതിന് പ്രതികൂലമായിട്ട് സംസാരിച്ചു, അഥവാ നെഗറ്റീവായിട്ട് സംസാരിച്ചു. ഒടുവിൽ കൺക്ലൂഡ് ചെയ്യാൻ വന്ന ഞങ്ങളുടെ ടീച്ചർ ഡോക്ടർ സുമംഗല മാം പറഞ്ഞൊരു കാര്യം എനിക്കിപ്പോൾ ഓർമ്മ വരികയാണ്. ഈ ഒരു GPEP എന്ന പോളിസി, അതിൻ്റെ നന്മ തിന്മകൾ നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ ഒന്ന് കാത്തിരിക്കാം. ഇപ്പോഴേ നമ്മൾ ചാടിക്കയറി അതിനെക്കുറിച്ച് ഒരുപാട് പ്രസംഗിക്കേണ്ട. നമുക്ക് ആശങ്കകൾ രേഖപ്പെടുത്താം, പക്ഷേ ദ റിയൽ റിസൾട്ട് വരണമെങ്കിൽ വി ഹാവ് ടു വെയിറ്റ് എ ബിറ്റ് മോർ. അപ്പോൾ ആ ഒരു ശരിയും കൂടെ അവിടെ ചേർത്ത് വയ്ക്കിയാലേ നല്ലതെന്ന് എനിക്ക് തോന്നുകയാണ്. ഞാനിതിന് നന്മ നല്ലതാണെന്നോ ചീത്തയാണെന്നോ ഒന്നും പറയല്ല. ഈ 3 കാര്യം മനസ്സിലിട്ടതുകൊണ്ട് നമുക്ക് തുടങ്ങാം, നമുക്കതിലേക്ക് കടക്കാം എന്ന് പറയാനാണ്. സോ ലെറ്റ്സ് ഗോ ഇൻ ടു ഇറ്റ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 66 പേജുള്ള പോളിസി മൊത്തം ഞാനിരുന്ന് വായിച്ചു എന്ന് പറഞ്ഞാൽ അത് കളവായിപ്പോവും. പക്ഷേ ഏറെക്കുറെ കവർ ചെയ്ത് ഒരു ഹൈലൈറ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പാകത്തിൽ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പറയുന്നത് എന്തായാലും തെറ്റാവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നാൽ ശരി, അതിലുള്ളത് മാത്രമേ പറയുള്ളൂ. ഈ 66 പേജിൽ 25 പേജുകൾ മാറ്റി വെച്ചിരിക്കുന്നത് സ്കൂൾ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാമല്ലോ. സോ നമുക്ക് സ്കൂൾ എഡ്യൂക്കേഷനിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. കവർ ചെയ്യാൻ തന്നെ ഒരുപാട് നേരമുണ്ട്. ഹയർ എഡ്യൂക്കേഷനെ പറ്റി ഇന്ന് പറയാൻ പറ്റുമോ അഥവാ ഈ വീഡിയോ തന്നെ ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ്. സ്കൂൾ എഡ്യൂക്കേഷനിൽ അടിമുടി മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ഒരു പക്ഷേ
ഞാനൊക്കെ BEd MEd കാലഘട്ടങ്ങളിൽ പഠിക്കുമ്പം നിലവിൽ വരണമെന്ന് ആഗ്രഹിച്ച കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ അതെങ്ങനെ വരും, ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴുള്ള രീതികളൊക്കെ അനുസരിച്ചായിരിക്കും അതിൻ്റെ ഗുണഫലങ്ങൾ നമ്മൾ കാണാൻ പോകുന്നത്. ഓരോന്നായിട്ട് പറയാം. ഏറ്റവും ആദ്യത്തെ വ്യത്യാസം സ്ട്രക്ചറിൽ വന്നൊരു വ്യത്യാസമാണ്. ഇതുവരെ നമ്മൾ 10+2 പാറ്റേൺ എന്നാണ് പറയുക. 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളും പിന്നെ +1 +2 അഥവാ മുമ്പത്തെ കാര്യം പറയുകയാണെങ്കിൽ പ്രീ ഡിഗ്രി. അതുകൊണ്ട് തന്നെ ഡിഗ്രിക്ക് പോകുമ്പോൾ നമ്മളോട് ഏത് പാറ്റേണിലാണെന്ന് ചോദിക്കും, നമ്മൾ 10+2 പാറ്റേൺ പറയും. PGക്ക് പോകുമ്പോൾ ഏത് പാറ്റേണിലാണെന്ന് ചോദിക്കും, നമ്മൾ 10+2+3 പാറ്റേൺ പറയും. പക്ഷേ ഇനി മുതൽ സ്കൂൾ വിദ്യാഭ്യാസം ഒരു 5+3+3+4 പാറ്റേൺ. കേൾക്കുമ്പം വല്ലാണ്ട് കൺഫ്യൂസ്ഡ് ആവേണ്ട. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ മുമ്പുള്ള 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ഉള്ളവരുടെ കൂടെ 1ാം ക്ലാസ്സിലെയും താഴെയുള്ള 3, 4, 5 വയസ്സുകാരെ കൂടെ എന്ന് വെച്ചാൽ നമ്മുടെ അംഗൻവാടിയിലെയും കിൻഡർ ഗാർട്ടനിലെയും കുഞ്ഞിക്കുട്ടികളെയും കൂടെ സ്കൂൾ സിസ്റ്റത്തിൻ്റെ കീഴിൽ കൊണ്ടുവരികയാണ്. ഇനി ഇതിന് ഇമ്പോർട്ടൻസ് എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു കുട്ടീൻ്റെ മെൻ്റൽ ഡെവലപ്മെൻറ്റിൽ, ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റിൽ ഏറ്റവും നിർണായകമായൊരു ഘട്ടമാണ്. ഡെവലപ്മെൻറ്റൽ സൈക്കോളജിയൊക്കെ പഠിക്കുന്നവർക്കും അത് പഠിപ്പിക്കുന്നവർക്കും അറിയാം, 3 മുതൽ 6 വയസ്സ് വരെയുള്ള പ്രായം. അപ്പോൾ ഇതുവരെ അതൊരു കവറപ്പ് ചെയ്ത പോലെ ആണ് കിടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനെ ഇപ്പം സ്കൂൾ സിസ്റ്റത്തിൻ്റെ ഭാഗമാക്കിയിട്ട് കൊണ്ടുവരികയാണ്. ആ 1 ഇയർ 2 ഇയർ 3 ഇയറിൽ ഇമ്പോർട്ടൻ്റ് ആയ ആ 3 പീരീഡിൽ NCERTനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് സിലബസ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സിലബസിൻ്റെ പേര് NCPF ECCE എന്നാണ്, നാഷണൽ കരിക്കുലർ ആൻഡ് പെഡഗോജിക്കൽ ഫ്രെയിംവർക്ക് ഫോർ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. ഈ 3, 4, 5 വയസ്സുകാരെ സ്കൂൾ സിസ്റ്റത്തിൻ്റെ ഭാഗമാക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്നുകൂടെ മനസ്സിലാക്കണമെങ്കിൽ ഒരു ചെറിയ കാര്യം കൂടെ ചേർത്ത് പറയാം. ഞാനൊക്കെ പ്രീ ഡിഗ്രിയാണ് ചെയ്തത്. പ്രീ ഡിഗ്രി 1ാം വർഷവും 2ാം വർഷവും പിന്നീട് +1 +2 എന്നുള്ള രീതിയിൽ സ്കൂളിൻ്റെ ഭാഗമാക്കി. അതുവരെ അത് കോളേജ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിരുന്നു. പക്ഷെ നമുക്ക് തന്നെ ഇപ്പോൾ മനസ്സിലാവുന്നില്ലേ, +1 +2ലേക്ക് ആ 2 കൊല്ലം വന്നതുകൊണ്ട് പഠന നിലവാരം ഒന്നുകൂടെ മെച്ചപ്പെട്ടു എന്ന്. അപ്പോൾ ഇത് തന്നെയാണ് പറയാനുള്ളത്. 3, 4, 5 വയസ്സുകാരുടെ ആ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ നിർണായക ഘട്ടം, മെൻ്റൽ ഡെവലപ്മെൻറ്റ് നിർണായക ഘട്ടം സ്കൂൾ തലത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിന് കുറച്ചുകൂടി ഒരു ഇമ്പോർട്ടൻസ് കൈവരും. പിന്നെ സിലബസ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം നേരത്തെ പറഞ്ഞു. മാത്രമല്ല ആ സിലബസ് പഠിപ്പിക്കാൻ ഇപ്പോൾ ഉള്ള ടീച്ചേഴ്സിൻ്റെ പുറമെ നല്ല ട്രെയിനിങ് കൊടുത്ത അധ്യാപികമാരെയാണ് നിയമിക്കുക. അതും ഉറപ്പ് വരുത്തുന്നുണ്ട് പോളിസി പ്രകാരം. ഇനി ഈ ഒരു സ്ട്രക്ചറിനെ കുറിച്ച് ഒന്നുകൂടെ പറയുകയാണെങ്കിൽ, ആ 3, 4, 5 വയസ്സുകാർ ഇപ്പോൾ ഉള്ള 1ാം ക്ലാസ്സുകാർ 2ാം ക്ലാസ്സുകാർ ഇവരായിരിക്കും ഒരു ബാച്ച്. അവരെയാണ് ഫൗണ്ടേഷൻ സ്റ്റേജ് എന്ന് വിളിക്കുക. പിന്നെ നമ്മുടെ 3ാം ക്ലാസ്സുകാരും 4ാം ക്ലാസ്സുകാരും 5ാം ക്ലാസ്സുകാരും ഇപ്പോഴത്തെ അവരൊരുമിച്ചായിരിക്കും. 6ാം ക്ലാസ്സുകാരും 7ാം ക്ലാസ്സുകാരും 8ാം ക്ലാസ്സുകാരും ഇപ്പോഴത്തെ ആൾക്കാരെയാണ് ഞാൻ പറഞ്ഞത്, അവരൊരുമിച്ച്. എന്ന് വെച്ചാൽ ഹൈസ്കൂളിൽ ഉണ്ടായിരുന്ന 8ാം ക്ലാസ്സുകാർ 6ൻ്റെയും 7ൻ്റെയും കൂടെ പോവാണ്. പിന്നെ നമ്മൾ സെക്കൻഡറി എന്ന് വിളിച്ച 9നെയും 10നെയും ഹയർ സെക്കൻഡറി എന്ന് വിളിക്കുന്ന 11ാം ക്ലാസ്സിനെയും 12ാം ക്ലാസ്സിനെയും കൂടെ ചേർത്ത് സെക്കൻഡറി തലം എന്നാണ് ഇന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ 5, 3, 4, 5 വയസ്സ് 1ാം ക്ലാസ് 2ാം ക്ലാസ് +3 3ാം ക്ലാസ് 4ാം ക്ലാസ് 5ാം ക്ലാസ് +3 6ാം ക്ലാസ് 7ാം ക്ലാസ് 8ാം ക്ലാസ് +4 9, 10, 11, 12 ക്ലാസ്സുകൾ. ഇങ്ങനെയാണ് അത് വരുന്നത്. ഇനിയൊരു ഏറ്റവും അധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു ഭാഗമാണ് പറയാൻ പോണത്. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. 5ാം ക്ലാസ് വരെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ റീജിയണൽ ലാംഗ്വേജ് അഥവാ മദർ ടങ് അഥവാ ഹോം ലാംഗ്വേജിലായിരിക്കണം എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് മീഡിയംസ് ഉണ്ടാവില്ല. ഇതിലൊരുപാട് പേര് ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം പിള്ളേർ ഇനി എങ്ങനെയാണ് ഇംഗ്ലീഷ് പറയാൻ പഠിക്കുക, ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കേണ്ടതും പ്രയോഗിക്കേണ്ടതും ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. കാരണം നമ്മുടെ പിള്ളേർ പഠിച്ച് ഇവിടെ ഒന്നല്ല നിൽക്കാൻ പോണത്. നമ്മൾ വിചാരിക്കേണ്ടത് തന്നെ അവർ പുറം രാജ്യങ്ങളിൽ പോയിട്ടൊക്കെ പഠിക്കാനും വീണ്ടും പഠിക്കാനും ജോലി എടുക്കാനൊക്കെ അങ്ങനെയാണ് നമ്മൾ അവരെ വളർത്തിക്കൊണ്ട് വരുന്നത്. അങ്ങനെ പ്രാപ്തരാക്കണം നമ്മൾ. അപ്പോൾ ഇങ്ങനെയാണോ ചെയ്യേണ്ടതെന്ന്. അതിൽ ഞാനൊരു കാര്യം പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷ തീരെ പഠിപ്പിക്കില്ല എന്നല്ല, ഇംഗ്ലീഷ് ഭാഷ ഒരു ലാംഗ്വേജ് ആയിരിക്കും. പക്ഷേ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ 5ാം ക്ലാസ് വരെ മലയാളമായിരിക്കും. വിഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടാവാം, നമുക്കെന്നെ തോന്നാം. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയട്ടെ. നമ്മുടെ 2ാം ക്ലാസ്സിലെയോ 3ാം ക്ലാസ്സിലെയോ പഠിക്കുന്ന കുട്ടി ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു കാര്യം, ഇംഗ്ലീഷ് മീഡിയത്തിലെ കുട്ടീൻ്റെ കാര്യമാണ് പറയണത്, ക്ലാസ്സിൽ
ഇംഗ്ലീഷിൽ സയൻസ് പഠിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് അത് മനസ്സിലാവില്ല എന്ന് പറയുമ്പം നമ്മളെങ്ങനെയാണ് പറഞ്ഞു കൊടുക്കാൻ പോണത്? ഇപ്പോൾ ഒരു പൂവ് വിടർന്ന് അതിലേക്കൊരു പൂമ്പാറ്റ വരുന്ന കാര്യമാണെങ്കിൽ നമ്മൾ രാവിലെ എണീറ്റ് നോക്കുമ്പം മൊട്ടായിരിക്കുന്ന ഒരു പൂവില്ലേ, പിന്നീട് നോക്കുമ്പോൾ ആ പൂവ് വിരിഞ്ഞു വരില്ലേ രാവിലെ ആകുമ്പോഴേക്ക്? അല്ലെ സന്ധ്യയ്ക്ക് മൊട്ടായി കാണുന്നത് രാവിലെ ആകുമ്പോഴേക്ക് വിരിഞ്ഞു വരില്ലേ? അങ്ങനെ വിരിഞ്ഞു വരുമ്പം അതിൽ നല്ല ഭംഗി കാണുമ്പോഴും അതിൽ നല്ല മണം വരുമ്പോഴും അല്ലേ അതിലേക്ക് പൂമ്പാറ്റകളും വണ്ടുകളൊക്കെ വരുന്നത്? നമ്മൾ വിശദീകരിച്ചു കൊടുക്കുന്ന ലാംഗ്വേജ് ഏതാ? കുട്ടീനെ ഏറ്റവും നന്നായിട്ട് മനസ്സിലാവുന്ന കുട്ടീൻ്റെ മാതൃഭാഷയിൽ, അഥവാ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഹോം ലാംഗ്വേജിൽ അല്ലേ? നമ്മൾ ആരെങ്കിലും ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന ഒരു കുട്ടീനോട് വീട്ടിൽ വന്ന് സംശയം ചോദിക്കുമ്പം സെയിം ടീച്ചർ യൂസ് ചെയ്ത് ഇംഗ്ലീഷ് ഭാഷയിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ടോ? തള്ളി പറഞ്ഞതല്ല, കുട്ടിക്ക് ഏറ്റവും നന്നായി മനസ്സിലാകണം എന്നുള്ള വിചാരിക്കുന്ന ഭാഷയിലാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. സോ എന്തിനാണ് നമ്മൾ ഇംഗ്ലീഷ് മീഡിയം മാറ്റി നിർത്തി ഹോം ലാംഗ്വേജിൽ തന്നെ കാര്യങ്ങൾ പഠിക്കുന്നതിനോട് തലതിരിഞ്ഞ് നിൽക്കുന്നത്? അതും ഒരു ഉപാധിയായി കണ്ടുകൂടെ? അതിൻ്റെ അർത്ഥം ഇംഗ്ലീഷ് പഠിക്കേണ്ടതേ അല്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ KG മുതൽ ഇംഗ്ലീഷിൽ പഠിച്ചൊരു കുട്ടിയാണ്. പ്രീ ഡിഗ്രി വരെ ഇംഗ്ലീഷ് മീഡിയം തന്നെയായിരുന്നു. പക്ഷേ ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷ് പറഞ്ഞു തുടങ്ങിയത് ഒരു പക്ഷേ ഹയർ ക്ലാസ്സസിലെത്തിയപ്പോഴാണ്. ചെറിയ ക്ലാസ്സിൽ നിന്ന് ഇംഗ്ലീഷിൽ പഠിക്കുക എന്നല്ലാതെ അത് പ്രയോഗിക്കാനും സംസാരിക്കാനുള്ള അവസരങ്ങൾ ഇംഗ്ലീഷ് മീഡിയത്തിലായിട്ട് പോലും വളരെ കുറവായിരുന്നു, അഥവാ അതിന് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ദിസ് ലൈസ് ഓൺ ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കുട്ടികളെ ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിച്ചെടുക്കാനും പറ്റും, ഓരോ ഇൻഡിവിജ്വലും അവനവനെ പഠിച്ചെടുക്കാനും പറ്റും. സോ അതിനെ വല്ലാണ്ട് മുഖം തിരിക്കേണ്ടതാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവാം, പക്ഷേ ഇംഗ്ലീഷ് ഭാഷ പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു ലാംഗ്വേജ് എന്തായാലും ഇംഗ്ലീഷ് ഉണ്ടാവും, അതിൻ്റെ പുറമെ 2 ലാംഗ്വേജും കൂടെ പഠിക്കണം. ആ 3 ലാംഗ്വേജിൽ 2 ലാംഗ്വേജ് എന്തായാലും തദ്ദേശീയമായ ഭാഷ അഥവാ ഇന്ത്യയിലുള്ള ലാംഗ്വേജ് തന്നെ ആയിരിക്കണം. ഒരു ലാംഗ്വേജും ഒരു കുട്ടീൻ്റെ മേലെയും ഇമ്പോസ് ചെയ്യൂല, എന്ന് വെച്ചാൽ ഇത് പഠിച്ചോളണം എന്ന് ഇമ്പോസ് ചെയ്യൂല. ഇതവർ പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം 2019 കരട് രേഖകൾ പുറത്തു വന്നപ്പം സാൻസ്ക്രിറ്റും ഹിന്ദിയും നിർബന്ധ ഭാഷകളാക്കും എന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഇത് എടുത്തു പറയാൻ കാരണം. മറ്റൊന്ന്, 9ാം ക്ലാസ് മുതൽ ഫോറിൻ ലാംഗ്വേജസ് പഠിക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ നമ്മുടെ സിസ്റ്റം അനുസരിച്ച് 11th മുതൽ മാത്രമേ ഫോറിൻ ലാംഗ്വേജസ് പഠിക്കാൻ പറ്റുള്ളൂ. പക്ഷേ 9th മുതൽ അതിനുള്ളൊരു പ്രൊവിഷൻ ഉണ്ടെന്നാണ് ഇനി കാണുന്നത്. അടുത്ത പോയിൻറ്റ്, 6ാം ക്ലാസ് മുതൽ വൊക്കേഷണൽ എഡ്യൂക്കേഷന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ആണ്. അതിൽ തന്നെ ഇമ്പോർട്ടൻസ് ഫോർ കോഡിംഗ് കോഴ്സ് ഓൾസോ. കോഡിംഗ് കോഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്, അതിന് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്. സോ 6ാം ക്ലാസ് മുതൽ തന്നെ ആ ഒരു കോഡിംഗ് ലാംഗ്വേജ് പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങളും, അതിനോടൊപ്പം തന്നെ 6ാം ക്ലാസ്സിലൊരു കുട്ടിക്ക് വൊക്കേഷണൽ എഡ്യൂക്കേഷനോട് അതിൻ്റെ ഒരു അറിവ് കൊടുക്കുക. വൊക്കേഷണൽ എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഈ പറഞ്ഞ പോലെ കുട്ടികളിന് ഇഷ്ടമുള്ള ഒരു വിഷയമെടുത്ത് അതിലൊരു ചെറിയ അപ്രൻറ്റിസ്ഷിപ്പ് കിട്ടുന്ന പോലെ. എനിക്ക് തോന്നുന്നു ഭാവിയിൽ ഒരു സ്കില്ല് അറിഞ്ഞിരിക്കുക എന്നുള്ളത് നല്ല കാര്യമാണെങ്കിലും അതിൻ്റെ ഒപ്പം ഒരു ഡിഗ്നിറ്റി ഓഫ് ലേബർ, എന്ത് ജോലിയിലും അതിൻ്റെ ഒരു അഭിമാനം കാത്തു സൂക്ഷിക്കുന്നില്ല, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയാൻ മനസ്സിലാക്കാൻ ഈ ഒരു വൊക്കേഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉപകരിക്കും എന്നും കൂടെ തോന്നുന്നുണ്ട്. അടുത്തത് എക്സാം സിസ്റ്റത്തിനെ കുറിച്ചാണ്. പണ്ടുള്ള പോലെ തന്നെ 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും പൊതുപരീക്ഷകളുണ്ട്. അതിൽ നിന്ന് മറ്റൊരു വ്യത്യാസം എടുത്തു പറയാനുള്ളത്, 3ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും മാത്രമേ പരീക്ഷകൾ ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചാൽ 1-2 ക്ലാസ്സുകളിലില്ല, 4ാം ക്ലാസ്സിലില്ല, 6-7 ക്ലാസ്സുകളിലില്ല. ആൻഡ് അതുവരെ 3, 5, 8 എടുക്കുന്ന പരീക്ഷകൾക്ക് പുറമെ ബാക്കി എല്ലാ ക്ലാസ്സുകളിലും ഫോർമേറ്റീവ് അസസ്മെൻറ്റ്സ് ആണ് ഉണ്ടാവുക. ഫോർമേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ക്ലാസ് മുറിയിലെ പ്രകടനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ടീച്ചർ ഉണ്ടാക്കുന്ന, ടീച്ചർ അസസ് ചെയ്ത് വെക്കുന്ന രീതി. മാത്രമല്ല അതിൽ ഹയർ ഓർഡർ സ്കിൽസിന് നല്ല പ്രാധാന്യം കൊടുക്കും. ഹയർ ഓർഡർ സ്കിൽസ് എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ തിങ്കിങ്, റീസണിങ്, അതൊക്കെ മെഷർ ചെയ്യാൻ, പ്രോബ്ലം സോൾവിങ്, ഡെസിഷൻ മേക്കിംഗ്, ഇതൊക്കെ മെഷർ ചെയ്യാനൊരു ശ്രമം നടത്തും ഈ ഫോർമേറ്റീവ് അസസ്മെൻറ്റിൽ. എന്ന് വെച്ചാൽ കുട്ടി ദൈനംദിന ജീവിതത്തിൽ ക്ലാസ്സിൽ പെരുമാറുന്ന രീതി ടീച്ചർ കണ്ട് മനസ്സിലാക്കി അതിൽ നിന്നാണ് കുട്ടീനെ അസസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ 10ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും പരീക്ഷയ്ക്ക് ഒരു തറോ ചേഞ്ച് വരികയാണ്. ഇറ്റ്സ് ടോട്ടലി റീഡിസൈൻഡ്. അതിന് ഒരു പ്രത്യേക കമ്മിറ്റീനെ തന്നെ അസസ് ചെയ്യാനും വെച്ചിട്ടുണ്ട്. പറക്ക് എന്നാണ് കമ്മിറ്റീൻ്റെ പേര്. ഈ അസസ്മെൻറ്റും എഗെയിൻ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ അവരുടെ സമ്മർദ്ദം വല്ലാണ്ട് ലഘൂകരിക്കാൻ വേണ്ടിയിട്ടാണ്. 10ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും പരീക്ഷകളുടെ സമ്മർദ്ദം കുട്ടികൾക്ക് താങ്ങാവുന്നതിൽ അപ്പുറമാണെന്ന് മനസ്സിലാക്കി അതിനെ കുറച്ചുകൂടെ ലഘൂകരിച്ചിട്ടായിരിക്കും ഇനി ഉണ്ടാവുക. നെക്സ്റ്റ് തിങ്, ഇൻക്രീസ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ചോയ്സസ് ഓഫ് സബ്ജക്ട്സ്.
ഇപ്പം നമുക്ക് 10ാം ക്ലാസ് കഴിഞ്ഞൊരു കുട്ടിക്ക് ആർട്സ്, കൊമേഴ്സ്, സയൻസിൽ തന്നെ മാത്സ്, ബയോളജി ഒരുമിച്ചാണോ അല്ലേ എന്നൊക്കെ തരംതിരിവുകളുണ്ട്. പക്ഷേ ഇനി അങ്ങനത്തെ തരംതിരിവുകൾ ഉണ്ടാവില്ല. ആർട്സ്, കൊമേഴ്സ്, സയൻസ് എന്നുള്ള വിഭാഗങ്ങൾ അങ്ങ് എടുത്തു മാറ്റുകയാണ്. ഒരു റിജിഡ് സെപ്പറേഷൻ ആർട്ടും സയൻസും ഒന്നും തമ്മിലുണ്ടാവില്ല എന്ന് മാത്രമല്ല, കരിക്കുലർ, കോ കരിക്കുലർ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന വേർതിരിവില്ലാണ്ട് എല്ലാത്തിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കും. എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ഏതോ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്ന മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്, അതിലൂടെ നമുക്ക് പറയാൻ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങൾ സ്പോർട്സിന് കൊടുക്കുന്ന അതേ പ്രാധാന്യം തന്നെയാണ് പാട്ടിനും ഉണ്ടാവുക. അത് തന്നെ പഠന വിഷയങ്ങളായ മാത്സും. സോ മാത്സും സ്പോർട്സും ഒരേ രീതിയിൽ പരിഗണിക്കപ്പെടുന്നൊരു കാലം വരുന്നു എന്നാണ് ഇത് കേൾക്കുമ്പോൾ തോന്നുന്നത്. അങ്ങനെ വന്നാൽ നല്ലത്. സോ ആ ഒരു കാലം, ആ ഒരു റിജിഡ് സെപ്പറേഷൻ ഇല്ലാത്ത കാലമാണ് വരുന്നത് എന്നാണ് പറയുന്നത്. ഇനി എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഭാഗത്തേക്ക് വരാം. പ്രോഗ്രസ് റിപ്പോർട്ട്സ്. അടിമുടി മാറ്റങ്ങളുള്ളൊരു പ്രോഗ്രസ് റിപ്പോർട്ടാണ് വരുന്നത് എന്നാണ് മനസ്സിലാക്കാവുന്നത്. എന്ന് വെച്ചാൽ ഇതിൽ 2 ഭാഗങ്ങൾ, അസസ്മെൻറ്റിൻ്റെ 2 ഭാഗങ്ങൾ തീർത്തും വ്യത്യസ്തമാണ്. പ്രോഗ്രസ് റിപ്പോർട്ടിൽ കുട്ടികളുടെ സമഗ്രമായ കഴിവുകളെ വിലയിരുത്തും. അതിൽ ഒരു കോളം ഇസ് ഫോർ സെൽഫ് അസസ്മെൻറ്റ്. എൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഞാൻ തന്നെ എന്നെ അസസ് ചെയ്ത് വയ്ക്കുക. 2 പിയർ അസസ്മെൻറ്റ്. ഒരു കുട്ടീൻ്റെ സുഹൃത്തുക്കൾ അഥവാ കൂടെ പഠിക്കുന്ന കുട്ടികൾ അസസ് ചെയ്യുക. 3ാമത് മാത്രമാണ് ടീച്ചർ അസസ്മെൻ്റ് ആയിട്ട് വരുന്നത്. സോ ഓരോ കുട്ടിയും പ്രോഗ്രസ് റിപ്പോർട്ടുമായിട്ട് ഒരു സ്കൂൾ പഠനം കഴിഞ്ഞ് പുറത്തു വരുമ്പം ആ കുട്ടീനെക്കുറിച്ച് തന്നെ എന്താണ് പറയാനുള്ളത്, കുട്ടീൻ്റെ സഹപഠിതാക്കൾക്ക് എന്താ പറയാനുള്ളത്, കുട്ടീൻ്റെ ടീച്ചറിന് എന്താ പറയാനുള്ളത്, ഇങ്ങനെ ഒരു എന്താ പറയുക സമഗ്രമായ ഒരു അസസ്മെൻറ്റ് കുട്ടീനെക്കുറിച്ച് നമുക്ക് അറിയാൻ പറ്റും എന്നുള്ളത് വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 സ്കൂൾ എഡ്യൂക്കേഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്, അഥവാ അതിലെ ഹൈലൈറ്റ്സ് മാത്രമാണ് പറഞ്ഞത്. ഇതിൽ ഓരോന്നിലും തന്നെ ഇൻട്രിക്കേറ്റ് ആയിട്ട് ഇനി കുറേ പോയിൻറ്റ്സ് ഉണ്ട്. നമ്മളെല്ലായിടത്തും ഒരുമിച്ച് പറയണ്ടല്ലോ അല്ലേ. ഏതാണ്ട് അച്ഛനമ്മമാർക്ക് സ്വന്തം കുട്ടികളുടെ ഈ പോളിസി അനുസരിച്ചുള്ള വിദ്യാഭ്യാസം എങ്ങനെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു അറിവ് കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബാക്കിയുള്ള ഹയർ എഡ്യൂക്കേഷനെ കുറിച്ചുള്ള പോയിൻറ്റ്സൊക്കെ പറ്റുകയാണെങ്കിൽ ഇനിയൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു.